നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 വർഷം കേരള PSC വിവിധ പരീക്ഷകളിലായി ഭരണഘടനാ സംബന്ധമായി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ച് വരുന്നത്. അതിൻ്റെ 6ാമത്തെ എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് 2020 വർഷത്തിൽ വൈസ് പ്രസിഡൻറ്റ്, ഉപരാഷ്ട്രപതി, പ്രൈം മിനിസ്റ്റർ ആൻഡ് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയും, ഈ 2 ടോപ്പിക്കിൽ നിന്ന് 2020 വർഷം ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. വൈസ് പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ LD ക്ലർക്ക് SR4 ST, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST, ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് ആ ഇലക്ട്രൽ കോളേജിലുള്ളത്? ആ തിരഞ്ഞെടുക്കുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് ഒരംഗങ്ങൾക്കും വോട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതല്ല എന്നുള്ളത് നമുക്കറിയാം, ഇത് നമുക്ക് വെട്ടിക്കളയാം. പ്രസിഡൻറ്റ്, ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ. അടുത്ത ഓപ്ഷൻ, രാഷ്ട്രപതിക്കും അങ്ങനെ ഒരു വോട്ടില്ല. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ അതും തെറ്റാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഏത് ആർട്ടിക്കിളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? ആർട്ടിക്കിൾ 66, അനുച്ഛേദം 66 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും എല്ലാ അംഗങ്ങളും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളുമാണ് പങ്കെടുക്കുന്നത്. അതും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും മാത്രം. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക് വോട്ടില്ല. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്നുള്ള ഒരു പോയിൻ്റ് അതിലുള്ളത് കൊണ്ട് തന്നെ ആ ഓപ്ഷനും തെറ്റാണ്. പിന്നെ നമുക്കിതിൽ ശരിയെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും അംഗങ്ങൾ. അവിടെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്നോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളോ ഒന്നൊന്നും എടുത്തു പറയാത്തൊരു ഓപ്ഷനായിട്ടുള്ള ഓപ്ഷൻ എ ആണ് ആൻസറായിട്ടുള്ളത്. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻസ് പരിശോധിച്ച് നോക്കാം. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അനുച്ഛേദം 66 അല്ലേ, ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് എന്ത് രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്? ഇൻഡിറക്റ്റ് ഇലക്ഷനാണ്, പരോക്ഷമായ തിരഞ്ഞെടുപ്പാണ്, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പല്ല. നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയല്ല, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അല്ലേ. 66 കൃത്യമായി നോക്കിയാൽ മതി. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ അപ്പോൾ തന്നെ ആർട്ടിക്കിൾ 66 എടുത്ത് പരിശോധിച്ച് നോക്കുക അല്ലേ. ആ ഒരു രീതി, ഏത് രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിറക്റ്റ് ഇലക്ഷനാണ്, പരോക്ഷമായ രീതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, ജനപ്രതിനിധികളാണ് തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ട്രൽ കോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന, ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോ എന്ന വ്യത്യാസമില്ല, എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുള്ള ഇലക്ട്രൽ കോളേജിൽ നിന്ന് ഈ ഇലക്ട്രൽ കോളേജ് എന്നുള്ളത് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജാണ്. അതായത് രാഷ്ട്രപതിയുടെ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജിൽ നിന്ന് ഈ ഇലക്ട്രൽ കോളേജ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് വൈസ് പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജുമായി ഉള്ള വ്യത്യാസം എന്തെന്നുള്ളതാണ്. നമുക്ക് ആ വ്യത്യാസം പരിശോധിക്കാം. ഈ രണ്ട് ഇലക്ട്രൽ കോളേജ് തമ്മിലുള്ള വ്യത്യാസം ഒന്നെന്ന് പറയുന്നത് ഇതിൽ, അതായത് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ട്രൽ കോളേജിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നു. രണ്ടംഗങ്ങൾ ഉൾപ്പെടുന്നു, കാരണം എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ്. രാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ്. രാഷ്ട്രപതിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് പാർലമെൻറ്റിന് ആദ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജിൽ. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടതെന്നോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നോ വ്യത്യാസമില്ലാതെ. അടുത്ത വ്യത്യാസം പരിശോധിക്കുകയാണെങ്കിൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഓപ്ഷൻസ് പരിശോധിച്ചതുപോലെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നില്ല. ഓക്കെ. എന്നാൽ രാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലോ സംസ്ഥാന നിയമസഭകളിലെ, ശ്രദ്ധിക്കുക, നിയമസഭകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, നോട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, നിയമസമിതികളിലെ അല്ല, സമിതികളിലെ അംഗങ്ങൾ രാഷ്ട്രപതിയിലും ഉൾപ്പെടുന്നില്ല. സംസ്ഥാന നിയമസഭകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതാണ് വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയും, കാരണം നമ്മൾ ഇതുമായി ഒന്നാമത്തെ ചോദ്യത്തിലെ എക്സ്പ്ലനേഷനിൽ ഇതിൻ്റെ ഉത്തരം നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞു. ചോദ്യം നോക്കുക. വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇനി നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയും. നമുക്ക് ഓപ്ഷൻ എ പരിശോധിച്ച് നോക്കാം. ദ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ, ഏതാണ് തെറ്റ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം, എന്നാലേ നമുക്ക് തെറ്റ് മനസ്സിലാവത്തുള്ളൂ. ഓപ്ഷൻ എ തെറ്റാണോ ശരിയാണെന്ന് പരിശോധിക്കുക. ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്, അല്ലേ? ശരിയല്ലേ? വൈസ് പ്രസിഡൻറ്റിൻ്റെ, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും എല്ലാ അംഗങ്ങളും അത് ബോത്ത് ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റ് മെമ്പേഴ്സ് ഉൾപ്പെട്ടതാണ് ഇലക്ട്രൽ കോളേജ്. ഓപ്ഷൻ എ അത് ശരിയാണ്. നമുക്ക് ഇവിടെ ടിക്കിടാം, അത് ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റാണ്. The electoral college does not include the members of the state legislative assemblies. തൊട്ട് മുന്നേ നമ്മൾ പരിശോധിച്ചതേ ഉള്ളൂ. എന്താണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് തൊട്ട് മുന്നേ ഉള്ള ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ, വിശദീകരണത്തിൽ പരിശോധിച്ചു. അതിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്താണ്, ഈ ഇലക്ട്രൽ കോളേജിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നില്ല, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആണ്. അതും ശരിയാണ്. The electoral college includes elected members of the state legislative assemblies. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജിൽ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? തൊട്ട് മുകളിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു, അല്ലേ? ഇലക്ട്രൽ കോളേജ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. തൊട്ട് താഴെ ദ ഇലക്ട്രൽ കോളേജ് ഇൻക്ലൂഡ്സ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് തെറ്റ്. അത് തെറ്റാകുമ്പോൾ ആൻസർ സി ആയി മാറിക്കഴിഞ്ഞു. അടുത്തൊരു ഓപ്ഷൻ കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കാം. All doubts and disputes in connection with the election of the vice president are inquired into and decided by the Supreme Court, whose decision is final. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു തർക്കവും അന്വേഷണ വിചാരണ നടത്തുകയും അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതും അത്തരത്തിലെടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. ആരാ തീരുമാനമെടുക്കുന്നത് പരിശോധിക്കുന്നത്. ഈ അന്വേഷണ വിചാരണ നടത്തേണ്ടത് ആരാണ്? ആർട്ടിക്കിൾ 71 പ്രകാരം. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 10ാമത്തെ ചോദ്യത്തിൽ ഈ ആർട്ടിക്കിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് 71 പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഈ രണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മേൽ അന്വേഷണ വിചാരണ നടത്തേണ്ടതും അതിന്മേൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതും അത്തരത്തിലെടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ്
ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോർട്ടാണ്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 66 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് ഈസ് elected by an electoral college consisting both the elected and nominated members of Lok Sabha and Rajya Sabha. State legislative assemblies have no role. സംസ്ഥാന നിയമസഭകൾക്ക് ഒരു പങ്കുമില്ല. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് ഫോം പാർട്ട് ഓഫ് ദി ഇലക്ടറൽ കോളേജ് ഓൺലി ഫോർ ദ പ്രസിഡൻസ് ഇലക്ഷൻ. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ മാത്രമേ അവർ പങ്കെടുക്കുന്നുള്ളൂ. ആൻഡ് നോട്ട് ഫോർ ദ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. ഓൾ ഇലക്ഷൻ റിലേറ്റഡ് ഡിസ്പ്യൂട്ട് കൺസേണിംഗ് ദ വൈസ് പ്രസിഡന്റ് ആർ adjudicated by the Supreme Court, തീരുമാനിക്കുന്നത്, and the decision is final and as laid down in Article 71 of the Constitution. അപ്പം ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. ഈ 71 എന്ന് പറയുന്നൊരു ആർട്ടിക്കിളാണ് ഇത് പറയുന്നതെന്ന് അറിയാമല്ലോ. ഈ ഒരു വ്യവസ്ഥ 71 പറയുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താ കമൻറ്റ് ചെയ്യേണ്ടത്? 71 പർട്ടിക്കുലർ ക്ലോസ് ഏതാണ്? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 71(3) ബന്ധപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചായിരുന്നു അല്ലേ. 71 ക്ലോസ് 3 എന്താ പറയുന്നത്? എന്നാൽ ഈ 71 തന്നെ മറ്റൊരു ക്ലോസ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്, ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന ഭാഗം. അത് 71 ഏത് ക്ലോസ് ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ക്ലോസ് 71 എല്ലാ ക്ലോസും നിങ്ങൾ വളരെ കൃത്യമായി വായിച്ചു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് വൈസ് പ്രസിഡന്റ് ദ നാഷണൽ ഫ്ലാഗ് ഷാൽ ബി ഹാഫ് മാസ്റ്റഡ്. ഉപരാഷ്ട്രപതി മരണപ്പെട്ടാൽ ദേശീയ പതാക എന്ന് പറയുന്നത് പകുതി താഴ്ത്തിക്കിട്ടണം അല്ലേ. ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ താഴ്ത്തിക്കിട്ടും. എന്നാൽ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് താഴ്ത്തിക്കിട്ടുന്നത് എവിടേക്കായിരിക്കണം? നല്ലൊരു ചോദ്യമാണ്. അത് ഭരണഘടനാ പ്രൊവിഷനൊന്നുമല്ല, ഫ്ലാഗ് കോഡാണ്. ഫ്ലാഗ് കോഡിലുള്ളതാണിത്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഫ്ലാഗ് കോഡിൽ ഇതിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താഴ്ത്തിക്കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഏത് ടെറിട്ടറിയിലാണിത് താഴ്ത്തിക്കെട്ടേണ്ടത്? നമുക്കറിയാം, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിൽ സെക്കൻഡായിട്ട് വരുന്നതാണല്ലേ. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഉദ്യോഗമാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യമൊട്ടാകെ ആണെന്നുള്ളത് നമുക്കൊരു ധാരണയില്ലേ? ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കുക. ത്രൂ ഔട്ട് ദ ഡൽഹി ഓൺലി, അങ്ങനെ ആയിരിക്കുമ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡൽഹി മാത്രം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയാൽ മതിയോ നമ്മുടെ ഒരു ഉപരാഷ്ട്രപതി മരണപ്പെട്ട് കഴിഞ്ഞാൽ? അതെല്ലാം നമുക്കറിയാം. ത്രൂ ഔട്ട് ദ നേറ്റീവ് സ്റ്റേറ്റ് ദ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബിലോങ്സ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്തിൽ മാത്രം മതിയോ? അങ്ങനെയല്ല, കാരണം വൈസ് പ്രസിഡൻ്റ് ആണല്ലോ. ത്രൂ ഔട്ട് ദ നാഷണൽ ക്യാപിറ്റൽ ആൻഡ് നേറ്റീവ് സ്റ്റേറ്റ്, നാഷണൽ ക്യാപിറ്റലിലും സ്വന്തം സ്റ്റേറ്റ്, അങ്ങനെയൊന്നും അല്ല. വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് സുഖമായി ഉത്തരത്തിലേക്ക്. മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ പരീക്ഷ ചോദിച്ചതാണ്. വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ആൻസർ ത്രൂ ഔട്ട് ദ കൺട്രിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലാഗ് കോഡിൽ എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. അക്കോർഡിംഗ് ടു ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ആൻഡ് കോമൺ പ്രോട്ടോകോൾ, ദ നാഷണൽ ഫ്ലാഗ് ഈസ് flown at half mast on the death of certain high constitutional authorities. ഫ്ലാഗ് കോഡും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രോട്ടോകോളും പ്രകാരം, ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കേണ്ടത്, ഫ്ലാഗ് കോഡ് ആൻഡ് പ്രോട്ടോകോൾ. ഇത് പ്രകാരം താഴെ പറയുന്ന ഡിഗ്നിറ്ററീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ടേബിളിൽ കാണാൻ കഴിയും. പ്രസിഡൻറ്റ് സ്വാഭാവികമായി ത്രൂ ഔട്ട് ഇന്ത്യ മൊത്തത്തിൽ, വൈസ് പ്രസിഡൻറ്റ് സ്വാഭാവികമായി ഇന്ത്യ മൊത്തത്തിൽ, പ്രൈം മിനിസ്റ്റർ സ്വാഭാവികമായി ഇന്ത്യ മൊത്തത്തിൽ അല്ലേ. ഇനി ബാക്കിയുള്ളവരോട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ അല്ലേ, ഡൽഹി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, സോറി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡൽഹി, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഡൽഹി ആൻഡ് ഓൾ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഡൽഹി, ഗവർണർ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് കൺസേൺ അല്ലേ. ഗവർണർ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ഗവർണർ. ലെഫ്റ്റനൻറ്റ് ഗവർണർ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ യൂണിയൻ ടെറിട്ടറി അല്ലേ. ഇപ്പോൾ ഇവിടെ 2 പ്രാവശ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ മരണപ്പെടുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് മരണപ്പെടുമ്പോൾ ഈ പകുതി താഴ്ത്തിക്കെട്ടുന്നതുമായി ബന്ധപ്പെട്ട്, ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ, റൈറ്റ്?
ഇത് കുറേയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലേ. പ്രസിഡൻ്റ് ആണെങ്കിൽ, വൈസ് പ്രസിഡൻ്റ് ആണെങ്കിൽ, പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ രാജ്യം എമ്പാടും ജൂറിസ്ഡിക്ഷനുള്ള ആൾക്കാരാണ്. യൂണിയൻ മിനിസ്റ്ററും ജൂറിസ്ഡിക്ഷനുള്ള ആൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററൊക്കെ മരണപ്പെടുമ്പോൾ ഡൽഹി ആൻഡ് ഓൾ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, ഓക്കെ, ബാക്കി സ്പീക്കർ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആകുമ്പോൾ ഡൽഹി, ഗവർണർ ആകുമ്പോൾ സ്റ്റേറ്റ്, ലെഫ്റ്റനൻറ്റ് ഗവർണർ ആകുമ്പോഴത്തേക്ക് ത്രൂ ഔട്ട് ദ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യം ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ ഒന്ന് രണ്ടെണ്ണോട് വിട്ടുപോയിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്, സ്വാഭാവികമായിട്ട് സംസ്ഥാനത്ത് ഗവർണറെ പോലെ തന്നെ CM ആകുമ്പോൾ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. ചീഫ് മിനിസ്റ്റർ ഓഫ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ യൂണിയൻ ടെറിട്ടറി മൊത്തത്തിൽ. ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻ എ സ്റ്റേറ്റ്, സംസ്ഥാനത്തൊരു മന്ത്രിയാണെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ, സംസ്ഥാനത്തൊരു മന്ത്രിയാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ. ചീഫ് മിനിസ്റ്ററോ ഗവർണറൊക്കെ ആണെങ്കിൽ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ രാഷ്ട്രപതിയെ കഴിഞ്ഞു, ഉപരാഷ്ട്രപതിയെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. 2020 ചോദിച്ച ചോദ്യങ്ങൾ. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണോ? അല്ല. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ നോക്കിയാലും ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥയില്ല. മറിച്ച് അതെന്ത് മാത്രമാണ്, അത് അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുമ്പോഴോ ഒരു മുന്നണി കൊയേലീഷൻ്റെ സൂത്രവാക്യങ്ങൾ, മുന്നണി സൂത്രവാക്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു വരുന്ന പോസ്റ്റ് മാത്രമാണ്, ഒരു ഉദ്യോഗം മാത്രമാണ് എന്ന് പറയുന്നത് ഉപപ്രധാനമന്ത്രി. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റല്ല, അതോറിറ്റി അല്ല, പൊസിഷനല്ല. അതൊരു പാർലമെൻ്ററി കൺവെൻഷൻ മാത്രമാണ്. നാളിതുവരെ ഇന്ത്യയിൽ എത്ര ഉപപ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. 7 പേരാണ് പഠിച്ചു വച്ചിരിക്കുക. 7 പേര്. ഈ 7 പേരിൽ ആദ്യം ആരാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഓപ്ഷൻ എ നോക്കി, ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രി ആയിട്ടേ ഇല്ല, അല്ലേ? ബൽദേവ് സിംഗ്. ഓപ്ഷൻ ഡി ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ബൽദേവ് സിംഗ്. ബൽദേവ് സിംഗ് ആദ്യത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്? ഗുൽസാരിലാൽ നന്ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടോ? പരിശോധിക്കാം നമുക്ക് ആരൊക്കെയാണ് ആയിട്ടുള്ളതെന്നുള്ളത്. ആദ്യത്തെ ആൾ ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആൻസർ ബി. അപ്പോൾ നമ്മൾ 7 പേർ ആരൊക്കെയാണ് നോക്കിയോ നിങ്ങൾ? 1 സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അത് അവരായ വർഷങ്ങളൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പീരീഡ്. 2 മൊറാർജി ദേശായി. 3 ചൗധരി ചരൺ സിംഗ്. 4 ജഗ്ജീവൻ റാം. 5 YB ചവാൻ. 6 ദേവിലാൽ. 7 LK അദ്വാനി. അപ്പോൾ ലാസ്റ്റ് ആയിരിക്കുന്നത് LK അദ്വാനിയാണ്. ആദ്യത്തേത് സർദാർ വല്ലഭായ് പട്ടേലുമാണ്. അപ്പോൾ 7 പേരെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. മനസ്സിലായല്ലോ? ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് പിരീഡൊന്നും അത്ര ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുടെ പിരീഡൊന്നും അങ്ങനെ കയറി ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ 7 ഉപപ്രധാനമന്ത്രി ആരെന്നുള്ളത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നമുക്കതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി വിലപ്പെട്ടൊരു മാർക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിത്ത് റെഫറൻസ് ടു ദ പവേഴ്സ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ വിച്ച് ആർ ട്രൂ, ഈസ് ഓർ ആർ ട്രൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഓപ്ഷൻ എ, ഹീ അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് വേരിയസ് പോർട്ട്ഫോളിയോസ് എമോങ് ദ മിനിസ്റ്റേഴ്സ്. മന്ത്രിമാർക്കിടയിൽ വകുപ്പുകൾ അലോക്കേറ്റ് ചെയ്യുക, അനുവദിച്ച് നൽകുക, വകുപ്പുകൾ റീഷഫിൾ ചെയ്യുക, പുനർക്രമീകരിക്കുക. അതായത് ഇന്ന് ഒരാളുടെ വകുപ്പ് നാളെ മറ്റൊരാളുടെ വകുപ്പാക്കി മാറ്റുന്നു. വകുപ്പ് അനുവദിച്ച് നൽകുന്നത്, ഇന്ന മന്ത്രിക്ക് ഇന്ന വകുപ്പാണ്. അത് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ അധികാരത്തിൽ പെടുന്നതാണോ? ആണ്. പ്രധാനമന്ത്രിയുടെ അധികാരമാണത്. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഹി ക്യാൻ ആസ്ക് എ മിനിസ്റ്റർ ടു റിസൈൻ ഓർ അഡ്വൈസ് ദ പ്രസിഡന്റ് ടു ഡിസ്മിസ് ഹിം ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കും, കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ
അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം മന്ത്രിസഭയോട് അഭിപ്രായ വ്യത്യാസം ഒരു മിനിസ്റ്റർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മിനിസ്റ്ററോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ മിനിസ്റ്ററെ ഡിസ്മിസ് ചെയ്യാൻ ഗവർണറോട് CM സംബന്ധിച്ച് ഗവർണർ, പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പ്രസിഡൻറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ ഗവർണറോട് ശുപാർശ ചെയ്യാം CM. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പ്രസിഡൻറ്റിനോട് ശുപാർശ ചെയ്യാൻ പറ്റും, അല്ലേ? അഡ്വൈസ് ദ പ്രസിഡൻറ്റ്. അത് ശരിയാണ്, അത്തരത്തിലുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. ശരി. അപ്പോൾ ഇത് ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ട്രൂ ആയി കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ട് ഇതിൽ എന്തായിരിക്കും? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ, അല്ലേ? 2 ഓൾറെഡി ട്രൂ ആയി കഴിഞ്ഞതുകൊണ്ട് ഇനി 3ാമത്തെ ട്രൂ ആയി നിർവാഹമുള്ളൂ. കാരണം അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദി എബോവ് ആണ്. ആൻസർ ഇപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളത് നമുക്ക് ആൻസർ D എന്നുള്ള രീതിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ഓപ്ഷൻ സിയും എന്തെന്നുകൂടി നമ്മൾ പരിശോധിച്ച് നോക്കുക. ഹി റെക്കമെൻഡ് പേഴ്സൺ ഹു ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റർ ബൈ ദ പ്രസിഡന്റ്. മനസ്സിലായില്ലേ? ഹി റെക്കമെൻഡ് പേഴ്സൺ ഹു ക്യാൻ ബി അപ്പോയിൻറ്റഡ് ബൈ ആസ് മിനിസ്റ്റർ ബൈ ദ പ്രസിഡന്റ്. രാഷ്ട്രപതി ആരെയൊക്കെയാണ് മന്ത്രിമാരായി അപ്പോയിൻറ്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് എന്ന് പറയേണ്ടത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി അഡ്വൈസ് ചെയ്യുന്നവരെയാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? മന്ത്രിമാരായി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതും പ്രധാനമന്ത്രിയുടെ ചുമതലയാണ്. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ചുമതലകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഹി ഓർ ഷീ റെക്കമെൻഡ് പേഴ്സൺ ഹു കാൻ ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റേഴ്സ് ബൈ ദ പ്രസിഡൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ സി എന്താണ്? ഹി റെക്കമെൻഡ് പേഴ്സൺ ഹു ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റേഴ്സ് ബൈ ദി പ്രസിഡൻറ്റ്. രാഷ്ട്രപതി മന്ത്രിമാരായി നിയമിക്കപ്പെടുന്ന ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇന്ന ആളെയാണ് മന്ത്രിമാരായിട്ട് അല്ലെങ്കിൽ മന്ത്രിയായി നിയമിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി റെക്കമെൻഡ് ചെയ്യുന്നു. ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിൻറ്റ് ഓൺലി ദോസ് പേഴ്സൺസ് ആസ് മിനിസ്റ്റേഴ്സ് ഹു ആർ റെക്കമെൻഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ആർട്ടിക്കിൾ 75 പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെയാണ് അതർ പ്രൊവിഷൻസ് ആസ് ടു മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 75 ആണ്. 75 എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദ പ്രസിഡന്റ് ക്യാൻ അപ്പോയിൻറ്റ് ഓൺലി ദോസ് പേഴ്സൺസ് ആസ് മിനിസ്റ്റേഴ്സ് ഹു ആർ റെക്കമെൻഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മന്ത്രിമാരായി അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, നിയമിക്കാൻ കഴിയുള്ളൂ. ഹി ഓർ ഷീ അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് വേരിയസ് പോർട്ട്ഫോളിയോസ് അമോങ് ദ മിനിസ്റ്റേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാർക്കിടയിൽ വകുപ്പുകൾ തീരുമാനിക്കുന്നത്, വകുപ്പുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്, വകുപ്പുകൾ അനുവദിച്ച് നൽകുന്നത്, റീഷഫിൾ ചെയ്യുന്നത്, പുനർക്രമീകരിക്കുന്നത് എല്ലാം തന്നെ ആരാണ്? പ്രധാനമന്ത്രിയുടെ അധികാരത്തിൽപ്പെടുന്നതാണ്. He can ask a minister to resign or advise the president to dismiss her in the case of difference of opinion. അല്ലേ? അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിയോട് രാജിവെക്കാൻ പറയുകയോ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോട് പറയാം ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുകയോ ചെയ്യാം. അതും പ്രധാനമന്ത്രിയുടെ അധികാരമാണ്. He or she presides over the meeting of the council of ministers and influence his decisions. മന്ത്രിസഭ അതിൻ്റെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അധ്യക്ഷത പദവി വഹിക്കുന്നത് ആരാണ്? മന്ത്രിസഭാ യോഗത്തിൻ്റെ അധ്യക്ഷത, ആ ഒരു പദവി, അധ്യക്ഷൻ എന്നുള്ള പദവി വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഈ പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേരുമ്പോൾ അത് പ്രിസൈഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. മാത്രമല്ല അദ്ദേഹം മന്ത്രിസഭയുടെ തീരുമാനത്തെ ഗണ്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. പലപ്പോഴും പല മന്ത്രിമാരുടെയും അഭിപ്രായം വ്യത്യസ്തപ്പെട്ടിരിക്കുമ്പോൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ കേന്ദ്ര മന്ത്രിസഭയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണോ ആ രീതിയിൽ തീരുമാനിക്കപ്പെടട്ടെ എന്നുള്ള രീതിയിലേക്കാണ് മന്ത്രിസഭ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ തീരുമാനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു പ്രധാനമന്ത്രിയാണെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണെങ്കിലും. ഓക്കെ. ഹി ഓർ ഷീ ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓൾ ദ മിനിസ്റ്റേഴ്സ്. എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതിന് നിർദ്ദേശങ്ങൾ നൽകുക, അത് നിയന്ത്രിക്കുക, അല്ലേ? കൺട്രോൾ ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, ഗൈഡ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്നതെല്ലാം പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. He or she can bring about the collapse of the council of ministers by resigning from office
മറ്റേതൊരു മന്ത്രിക്കും ഇല്ലാത്തൊരു അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. കാരണം പ്രധാനമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മന്ത്രിസഭ താഴെ വീഴുന്നു. പ്രധാനമന്ത്രി ഉണ്ടെങ്കിലേ മറ്റ് മന്ത്രിമാരുള്ളൂ. പ്രധാനമന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭയില്ല. പിന്നെ ഒരു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് മന്ത്രിസഭ ഒന്നടങ്കം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണം. പക്ഷെ മറ്റൊരു മന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെയില്ല. മറ്റൊരു മന്ത്രി മരിക്കുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മിയറായിട്ടൊരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് ആ പോർട്ട്ഫോളിയോ മറ്റൊരു മന്ത്രിക്ക് കൊടുത്ത് താൽക്കാലികമായ മറ്റൊരു മന്ത്രിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയൊരാളെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽപ്പിച്ചുകൊണ്ട് ആ പോർട്ട്ഫോളിയോ കൊടുക്കാം. മന്ത്രിസഭയ്ക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മന്ത്രിസഭ ഒന്നടങ്കം വീഴുകയാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ വിലപ്പെട്ടൊരു അധികാരമാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ. മറ്റ് അധികാരങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മറ്റ് ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടീസൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആർട്ടിക്കിൾ 75 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസിസ്റ്റ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്രിമാരുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകൾ, അതർ പ്രൊവിഷൻസ് ആസ് ടു മിനിസ്റ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 ആണ്. മന്ത്രിമാരുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസൊക്കെ വരുന്നത്, മന്ത്രിമാരുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊവിഷൻസൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 75ലാണ്. അവിടെ പറയുന്നുണ്ട് ആരാണ് മന്ത്രിയാകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കുക. മസ്റ്റ് ബി മെമ്പർ ഓഫ് ലോക്സഭ ഉള്ളി. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എവിടെ നിന്നാണ്? UPA ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് എവിടെ നിന്നാണ്? ലോക്സഭയിൽ നിന്നാണോ? അപ്പോൾ ലോക്സഭയിൽ നിന്ന് മാത്രമേ ഒരു മന്ത്രി ആകാവൂ എന്ന് ഭരണഘടന പറയുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി പരിശോധിച്ച് നോക്കുക. ഫ്രം ലോക്സഭ, രാജ്യസഭ ഓർ എനി ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അങ്ങനെയാണോ? ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും മറ്റേതെങ്കിലും സംസ്ഥാന നിയമസഭകളിൽ നിന്ന് അംഗമായിട്ടുള്ള ഒരാൾക്ക് മന്ത്രിയാകാൻ പറ്റുമോ? അത് കൊള്ളാലോ. എങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ MLA-മാർക്കൊക്കെ അല്ലേ, നമ്മുടെ സ്വന്തം MLA-ക്കൊക്കെ എന്താവാം, കേന്ദ്രമന്ത്രി ആയിക്കൂടെ? ഇവിടുത്തെ കേരള നിയമസഭയിലെ ഒരു MLA ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള രീതിയിൽ കേന്ദ്രമന്ത്രി ആയിക്കൂടെ? അപ്പോൾ അതും അല്ല എന്നുള്ളത് നമുക്കറിയാം. ദെൻ സി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രി, ആ മന്ത്രിസഭയിലെ ഒരു അംഗം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. അതാണ് ശരി. എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 75. മസ്റ്റ് നോട്ട് ബി മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭ മെമ്പർ ആകാൻ പാടില്ല. ഓപ്ഷൻ ഡി. അത് വലിയൊരു തെറ്റാണ്. മറ്റും 3 ഓപ്ഷൻസ് തെറ്റ് തന്നെയാണ്. എന്നാലും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രാജ്യസഭ മെമ്പർ ആകാൻ പാടില്ല. അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ KS പരീക്ഷ ചോദിച്ചതാണ് ഈ ചോദ്യം. വളരെ മനോഹരമായൊരു ചോദ്യമാണ്, എന്നാൽ വെരി സിമ്പിൾ ചോദ്യമാണ്. ആർട്ടിക്കിൾ 75ലാണ് ആ പ്രൊവിഷൻ ഉള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 75 ഇതിൻ്റെ മന്ത്രിമാരാകാം, ആരൊക്കെയാണ് ആകേണ്ടതെന്നുള്ളത് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. എവിടെ നിന്നുള്ള അംഗങ്ങൾക്ക് മന്ത്രിമാരാകാം പരിശോധിക്കാം നമുക്ക് ആർട്ടിക്കിൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 75 അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. 75 ദ പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ്. പ്രൈം മിനിസ്റ്റർ രാഷ്ട്രപതിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതർ മിനിസ്റ്റേഴ്സിനെ പ്രൈം മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ അഡ്വൈസിൽ, ഉപദേശത്തിന്മേൽ രാഷ്ട്രപതി ആരെ മന്ത്രിമാരാക്കണമെന്നുള്ളത് പ്രധാനമന്ത്രി ഉപദേശിക്കുക. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി. ദ മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ്. രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്നുള്ള രീതിയിലാണ് അവരുടെ ടെന്യൂർ വരുന്നത്. ഇനി ആ ഇഷ്ടം ഏത് ടൈപ്പ് ഇഷ്ടമാണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ഈ പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലഷർ കൊണ്ട് പേഴ്സണൽ പ്ലഷറാണോ, അതിൻ്റെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഈ ടെന്യൂർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ ഓഫീസ് ഉദ്യോഗ കാലാവധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്നാണ് ആർട്ടിക്കിൾ 75 പറയുന്നത്. രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗത്തിൽ തുടരുന്നതാണ് മന്ത്രിമാർ. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ 75 ഒരു പ്രൊവിഷനാണ്.
മന്ത്രിമാർ കൂട്ടുത്തരവാദിത്തപ്പെട്ടിരിക്കുന്നവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കണം. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. മന്ത്രിസഭ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ഇന്ന വകുപ്പിലെ മന്ത്രി എടുത്ത തീരുമാനം എന്നുള്ള രീതിയിലല്ല അതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ആ മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്. അതല്ല ഇന്ന റവന്യൂ മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലല്ല മന്ത്രിസഭയുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നത്. ഉത്തരവാദിത്തം കൂട്ടായ ഉത്തരവാദിത്തം. ആരോടാ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്? ആരോടാ ആൻസറബിളായിട്ടുള്ളത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ലോക്സഭ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ലോക്സഭ, മറ്റത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ല രാജ്യസഭ. അവിടെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ. അപ്പോൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ലോക്സഭയോടാണ് ഈ മന്ത്രിസഭ കൂട്ടായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭ. Before a minister enters upon his office, the president shall administer to him the oath of office and secrecy according to the form set out for the purpose in the third schedule. ഇതിന് ഇവരുടെ സത്യപ്രതിജ്ഞ 3-ാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി വേണം അധികാരമേൽക്കേണ്ടത്. ആരാ ചൊല്ലി കൊടുക്കേണ്ടത്? പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. കണ്ടിട്ടില്ലേ നിങ്ങൾ അധികാരമേൽക്കുമ്പോൾ, അല്ലേ, മന്ത്രിസഭ അധികാരമേൽക്കുമ്പോഴത്തേക്ക് നമ്മളത് ലൈവ് ടെലികാസ്റ്റ് ടി വിയിലൊക്കെ കാണുന്നതാണ്. രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. ദെൻ അടുത്ത പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഹു ഫോർ എനി പീരീഡ് ഓഫ് കൺസിക്യൂട്ടീവ് 6 months ഈസ് നോട്ട് എ മെമ്പർ ഓഫ് either house of parliament shall at the expiry of that period cease to be member minister. അതായത് 6 മാസത്തിൽ കൂടുതൽ ഈ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗമാകാതെ ഇരിക്കുന്ന ഒരാൾ 6 മാസം കഴിയുന്നതോടുകൂടി മന്ത്രിയും അല്ലാതാകും. അതിനർത്ഥം 6 മാസത്തിൽ കൂടുതൽ ഒരു മന്ത്രി സഭയിൽ അംഗമല്ലാതിരിക്കുകയാണെങ്കിൽ അതായത് മന്ത്രി അല്ലാതെയും ആയിത്തീരും. മന്ത്രി എന്നുള്ള പദവിയും ഇല്ലാതാകും. ഓക്കെ, അപ്പോൾ അതിന് മറ്റൊരു രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു വ്യക്തിക്ക് എത്ര നാൾ വരെ ഇരുസഭകളിലും അംഗമാകാതെ മന്ത്രിയായി തുടരാം? അങ്ങനെയും നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ പ്രശ്നമില്ല. 6 മാസത്തിൽ കൂടുതൽ സഭകളിൽ അംഗമാകാതിരുന്നാൽ മന്ത്രിയും അല്ലാതാകും, ഇല്ലേ, ഈ ഒരു പ്രൊവിഷൻ പ്രകാരം. അപ്പോൾ 6 മാസം വരെ നമുക്ക് സഭയിൽ അംഗമല്ലാത്തൊരാൾക്കും മന്ത്രി ആകാമെന്നുള്ളതാണ്. അങ്ങനെയും ആകാം. എന്നിട്ട് 6 മാസത്തിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ലോക്സഭ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജനവിധി തേടി ലോക്സഭയിൽ അംഗമാവുകയോ, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ തങ്ങളെ ജനങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല എന്ന് ബോധ്യമുള്ളവർ, നല്ല ഉറപ്പുള്ളവർ, നമ്മൾ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്നത് പോലെ പാർലമെൻറ്റിൻ്റെ പിൻവാതിൽ നിയമനം എന്നാണ് രാജ്യസഭയെ പറയുന്നത്. കാരണം മുൻവാതിൽ കൂടെ കയറണമെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം വേണം. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പിൻവാതിൽ കൂടെ കയറും. മനസ്സിലായല്ലോ? അത് രാജ്യസഭ പൊതുവെ നമ്മൾ അങ്ങനെ കളിയാക്കി പറയാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിൽ രാജ്യസഭ അംഗമാകാം. പക്ഷേ എങ്ങനെയാണെങ്കിലും 6 മാസത്തിനുള്ളിൽ ഇവിടെ അംഗമായിരിക്കണം. ഇല്ലെങ്കിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 75 പ്രൊവിഷൻ പ്രകാരം 6 മാസത്തിൽ കൂടുതൽ അംഗമല്ലാതിരുന്നു കഴിഞ്ഞാൽ, ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതിരുന്നു കഴിഞ്ഞാൽ അവർ മന്ത്രി അല്ലാതായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വേണമെങ്കിൽ മന്ത്രിയാകാം. ഒരു സഭയിലും അംഗമല്ലാത്ത ഒരാൾക്ക് പോലും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാം, ഒരു പ്രശ്നമില്ല. മന്ത്രിയായിട്ട് പ്രധാനമന്ത്രി അഡ്വൈസ് ചെയ്യണമെങ്കിൽ രാഷ്ട്രപതി ഉറപ്പായിട്ടും മന്ത്രിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും, സത്യപ്രതിജ്ഞ ചെയ്ത് നിയമിക്കും. പക്ഷേ ആർട്ടിക്കിൾ 75 പ്രകാരം 6 മാസത്തിൽ കൂടുതൽ അംഗമല്ലാതിരുന്നു കഴിഞ്ഞാൽ മന്ത്രി അല്ലാതായി തീരും. അതുകൊണ്ട് മന്ത്രി ആയതിനു ശേഷം വേണമെങ്കിൽ ഈ ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായി കൊണ്ട് മന്ത്രിസ്ഥാനം തുടരാവുന്നതാണ്. അപ്പോൾ അതാണ് ആ പ്രൊവിഷൻ. ഇനി ആ അവസാനത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 75 അവസാനത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയും അലവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മന്ത്രിമാരുടെ, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ സാലറി, ശമ്പളവും മറ്റു വേതനങ്ങളും അലവൻസുകളും മറ്റ് ബത്തകളുമൊക്കെ തീരുമാനിക്കുന്നത് പാർലമെൻറ്റ് ബൈ ലോ, പാർലമെൻറ്റ് നിയമം വഴി ആണ് തീരുമാനിക്കുന്നത്. പാർലമെൻറ്റ് മേ ഫ്രം ടൈം ടു ടൈം ബൈ ലോ ഡിറ്റർമിൻ. ഓക്കെ, പാർലമെൻറ്റ് അത്തരത്തിൽ തീരുമാനിക്കുന്നത് വരെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത് പോലെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പാർലമെൻറ്റ് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കണമല്ലോ. പാസ്സാക്കുന്നത് വരെ 2-ാം പട്ടികയിൽ പറഞ്ഞ പ്രകാരമുള്ള ശമ്പളവും ബത്തകളും ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിനുശേഷം പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമപ്രകാരമാണ് ഇവർക്ക് ശമ്പളവും മറ്റ് ബത്തകളും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 75 ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Indian Constitution provides for a Council of Ministers with the Prime Minister as his head to aid and advise the President in the exercise of his function under which article? പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണത്. അപ്പോൾ 75 അല്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. കാരണം 75 എന്ന് പറയുന്നത് എന്താണ്? 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മന്ത്രിമാരുമായി ബന്ധപ്പെട്ട മറ്റ് വ്യവസ്ഥകളാണ്. അതർ പ്രൊവിഷൻസ് ആസ് ടു മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ 75 അല്ല എന്നുള്ളത് തൊട്ട് മുന്നത്തെ ചോദ്യത്തിന് പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചു ഇല്ലേ? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 75 അല്ല എന്നറിയാം. 76 നമുക്ക് അല്ല എന്ന് ഉറപ്പാണ്. അറ്റോർണി ജനറലാണ് 76 അല്ലേ? 78 എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 78 എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഈ 78? എന്താണ് അതിൻ്റെ പ്രൊവിഷൻ? ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 74 ആണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 74 ആണ്. എങ്ങനെ ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. There shall be a council of ministers with the prime minister at the head to aid and advise the president. രാഷ്ട്രപതിയെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കർത്തവ്യങ്ങളിൽ ഉപദേശിക്കുവാനും സഹായിക്കുവാനും, എയ്ഡ് സഹായിക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, അതിന് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും ആ മന്ത്രിസഭയുടെ ഉപദേശത്തിന്മേൽ ആണ് അദ്ദേഹമാർ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതും എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിളാണ് 74. Who shall in the exercise of his or her function act in accordance with such advice. However, the President may require the Council of Ministers to reconsider such advice. ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയെ കൊണ്ടു ഇതിങ്ങനെ അല്ലായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ. മനസ്സിലായല്ലോ? ഈ ഉപദേശത്തിൻ പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന അമെൻമെൻറ്റ് വന്ന ഒരു അമെൻമെൻറ്റ് ആക്ട് ഉണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം അത് റീകൺസിഡർ ചെയ്യാൻ പ്രസിഡൻറ്റിന് മന്ത്രിസഭയോട് ആവശ്യപ്പെടാവുന്നതാണ് എന്നുള്ള രീതിയിൽ കുറച്ച് റിലാക്സ് ചെയ്തുകൊണ്ട് അടുത്തൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റിൽ അത് വീണ്ടും റിലാക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ, ഈ ബ്രാക്കറ്റിൽ കാണുന്നൊരു പ്രൊവിഷൻ വന്നത്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സച്ച് അഡ്വൈസ്, പ്രസിഡൻറ്റ് ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഭാഗം ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്. അതുപോലെ തന്നെ ഒരു കുറച്ച് രാഷ്ട്രപതിക്ക് ഒരു കുറച്ച് ശ്വസിക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തതാണ് ആ ഹൗവർ തൊട്ടുള്ള അടുത്ത പ്രൊവിഷൻ. എന്താണ്? എന്നിരുന്നാലും രാഷ്ട്രപതിക്ക് ഒരു തവണ എന്താണ് റീകൺസിഡർ ചെയ്യാം. റിക്വയർ ദ കൗൺസിൽ ടു റീകൺസിഡർ സച്ച് അഡ്വൈസ്. ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന ഉപദേശം ഒന്ന് പുനഃപരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടാം. പക്ഷേ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അവർ വീണ്ടും അഡ്വൈസ് ചെയ്യണമെങ്കിൽ ദ പ്രസിഡന്റ് ഷാൾ ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ടെൻഡേർഡ് ആഫ്റ്റർ സച്ച് റീകൺസിഡറേഷൻ. അങ്ങനെ പുനഃപരിശോധിച്ചതിന് ശേഷം അവർ വീണ്ടും അഡ്വൈസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ശ്വസിക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊവിഷനും കൂടെ ആഡ് ചെയ്ത് അത് മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അത് രണ്ടും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആ 2 ആർട്ടിക്കിൾസും 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റുകളും ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് 74മായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി അതിൽ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ക്ലോസും കൂടി ഉണ്ട് ഈ 74(2). എന്താണ്? ദ അഡ്വൈസ് ടെൻഡേർഡ് ബൈ മിനിസ്റ്റർ ടു ദ പ്രസിഡന്റ് ഷാൾ നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ടു എനി കോർട്ട്. അതായത് ഈ നൽകിയിരിക്കുന്ന ഉപദേശം ഒരു കോടതിയിലും അന്വേഷിക്കാൻ പാടില്ല, കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാനില്ല. കോടതി അത് അന്വേഷണ വിചാരണ നടത്താൻ പാടില്ല. ഇന്നതാണോ നൽകിയ അഡ്വൈസ് അല്ലെങ്കിൽ ഇതാണോ നൽകിയ ഉപദേശം എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല കോടതിയിൽ, അല്ലെങ്കിൽ കോടതി അന്വേഷണ വിചാരണ നടത്താൻ പാടില്ല. മനസ്സിലാവും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഈ ഓപ്ഷൻസിലെ മറ്റ് ആർട്ടിക്കിൾസാണ് ഞാനൊരെണ്ണം അസൈൻമെൻറ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എക്സ്പ്ലനേഷനിലുണ്ട്. 78 ഡ്യൂട്ടീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയുടെ മറ്റ് ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നുള്ളത്. ആ ആർട്ടിക്കിളാണ് 78. 75 അതർ പ്രൊവിഷൻസ് ഞാൻ നേരത്തെ പഠിച്ചു. നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പരിശോധിച്ചു. 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 74 ആണ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് 2020 ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു.